ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ലഭിച്ച സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം കാണാത്ത യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ്. നാം കാണുന്ന പല യാഥാർത്ഥ്യങ്ങളുമുണ്ട്. എന്നാൽ ഈ കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെ പിന്നിൽ നാം കാണാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതിനാധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളാണ് ഇവിടെ വായിച്ചത്. ഞങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാചകം ഇതാണ്: ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് നടക്കുന്നു. ഒരു മനുഷ്യൻ എപ്പോഴും ധൈര്യപ്പെട്ട് നടക്കാൻ കഴിയുമോ? നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, അധൈര്യപ്പെടുത്തുന്ന, ചഞ്ചലപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. അതിൻ്റെ മധ്യേ നമുക്ക് നിരാശപ്പെടാതെ, പതറിപ്പോകാതെ എങ്ങനെ ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും? അതിന് പൗലോസ് നൽകുന്ന മറുപടി: ഞങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത് ജീവിക്കുന്നത്. കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ കാണുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്നതായിരിക്കാം, അമ്പരപ്പിക്കുന്നതായിരിക്കാം. എന്നാൽ അതിൻ്റെ പിൻപിൽ നാം അറിയാത്ത യാഥാർത്ഥ്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് പലപ്പോഴും നാം കാണാതെ, നാം കാണുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നാം ഭയപ്പെട്ടു പോകാറുണ്ട്. പൗലോസ് പറയുന്ന വാചകം, ഇതിൻ്റെ പ്രധാന രഹസ്യം, ഞങ്ങൾ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടല്ല, അതിൻ്റെ സ്വാധീനത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത് ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പലപ്പോഴും കാണാൻ കഴിയുകയില്ല. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പദ്ധതികൾ കാണുവാൻ നമ്മൾ പഠിക്കണം. പൗലോസ് മറ്റൊരു വേദഭാഗത്ത് പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നടപ്പ് വിശ്വാസത്താലായിരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അതോ ഞങ്ങളെപ്പോഴും വിശ്വാസത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നില്ല. വിശ്വാസത്താൽ ജീവിക്കുന്ന ആളുകൾ വിശ്വാസത്തിൻ്റെ ഭാഷ പറയണം. എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. അവൻ എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആകയാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് തുടങ്ങിയ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരത്തിൽ എപ്പോഴും ഉപയോഗിക്കണം. അപ്പോൾ സംസാരം വിശ്വാസത്താലാണ്, നടപ്പ് വിശ്വാസത്താലാണ്, ജീവിതവും വിശ്വാസത്താലാണ്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. വിശ്വാസത്താൽ നടക്കുക, വിശ്വാസത്തിൻ്റെ ഭാഷ സംസാരിക്കുക, വിശ്വാസത്താൽ ജീവിക്കുക. ആ ശൈലി പ്രാവർത്തികമാക്കുമ്പോഴാണ് ജീവിതത്തിന് ഉറപ്പ്, ധൈര്യം നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസം അദൃശ്യമായതിനെ കാണുന്നതാണ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നാം കാണുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അത് ദൈവത്തിൻ്റെ കരുതലാണ് നമുക്ക് കാണുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്.
നാം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണുന്നതിന് തടസ്സമായി പലരുടെയും കണ്ണുകളെ പിശാച് കുരുടാക്കിയിരിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് കാണുന്നത്, പരിഹാരം കാണുന്നില്ല. അവരെപ്പോഴും രോഗമാണ് കാണുന്നത്, സൗഖ്യം അവർ കാണുന്നില്ല. എപ്പോഴും കടഭാരമാണ് കാണുന്നത്, ദൈവത്തിൻ്റെ കരുതൽ അവർ കാണുന്നില്ല. കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഇതിനപ്പുറം എന്തെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാതെ കണ്ണ് കുരുടായിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം 18 വാക്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തോട് പറയുകയാണ്, നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളുണ്ട്, പക്ഷേ ആ അത്ഭുതം കാണണമെങ്കിൽ എൻ്റെ കണ്ണുകൾ തുറക്കണം. അത് അദ്ദേഹത്തിൻ്റെ നഗ്നനേത്രങ്ങൾ തുറക്കുന്ന കാര്യമല്ല പറയുന്നത്, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കണം, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം കാണുന്നത് പോലെ നമുക്ക് കാണാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളെ കാണാനായിട്ട് തുടങ്ങും. വിശ്വാസം പറയുന്നത് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവസന്നിധിയിലൊരു പരിഹാരമുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ അത്ഭുതങ്ങളും തുടങ്ങുന്നത് ഒരു പ്രശ്നത്തിലാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. കാനാവിൽ കല്യാണ വീട്ടിൽ വീഞ്ഞ് പോരാതെ വന്നതുകൊണ്ടാണ് ദൈവം പച്ചവെള്ളമോടെ വീഞ്ഞാക്കിയത്. ബർത്തിമായുടെ കണ്ണ് കുരുടായിരുന്നത് കൊണ്ടാണ് അവന് സൗഖ്യം കൊടുത്തത്. അഥവാ എവിടെ ഒരു പ്രശ്നമുണ്ടോ അവിടെയാണ് ദൈവത്തിൻ്റെ പരിഹാരം കാണുന്നത്, ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുന്നത്. അപ്പോൾ പ്രശ്നങ്ങളെ നമ്മൾ കാണുന്ന രീതി മാറ്റണം, നമ്മുടെ സമീപനം തന്നെ മാറ്റണം. ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്നിൽ നിവർത്തിക്കേണ്ടതിന് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പരാജയങ്ങളെ കണ്ട് മനസ്സ് മടുക്കാതെ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് എന്ന് നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു പ്രശ്നവും നമ്മെ തളർത്താനല്ല, പ്രശ്നങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനും ദൈവിക വിടുതൽ കാണുവാനുമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണെന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. വിശ്വാസം എപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരമാണ് കാണുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ വിശ്വാസം ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണും. നമ്മുടെ കാണുന്ന കണ്ണുകൾ കൊണ്ട് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണുന്നു, ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഭയപ്പെടുന്നു. പക്ഷേ അതിനപ്പുറമുള്ള കാണാത്ത പല യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മൾ കാണാത്ത കരുതലുകളുണ്ട്. ദൈവം എവിടെയാണ് എനിക്ക് വേണ്ടി കരുതുന്നത്, എപ്പോഴാണ് കരുതുന്നത്, എവിടെയാണ് കരുതുന്നത്, ഇങ്ങനെയുള്ള ആശങ്കകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നാം കാണാത്ത കരുതലുകൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒരിക്കൽ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പള്ളിയിൽ കരം കൊടുക്കാഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ബ്രഹ്മപ്പണമായിരുന്നു പത്രോസിന് കൊടുക്കാനിടയിരുന്നത്. അപ്പോഴാണ് യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാനും കരം കൊടുത്തിട്ടില്ല. അപ്പോൾ 2 പേരുടെയും കൂടെ ചേർത്ത് 4 ബ്രഹ്മപ്പണം കരം കൊടുക്കുവാനുണ്ട്. അതിന് യേശു പത്രോസിനോട് പറഞ്ഞ മാർഗം ഇതാണ്, നീ പോയി കടലിൽ ചൂണ്ടയിടണം. നിൻ്റെ ചൂണ്ടയിൽ കൊത്തുന്ന മത്സ്യത്തിൻ്റെ വായിൽ 4 ചതുർബ്രഹ്മപ്പണം ഉണ്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ച് പത്രോസ് ചൂണ്ടയിടാൻ പോയി. പത്രോസിൻ്റെ ചൂണ്ടയിൽ ഒരു മത്സ്യം കൊത്തി. ആ മത്സ്യത്തെ പത്രോസ് കരയിലെടുത്ത് അതിൻ്റെ വാ പൊളിച്ചു നോക്കിയപ്പോൾ ചതുർബ്രഹ്മപ്പണം കാണുവാനിടയായി തീർന്നു. ഇത് പത്രോസ് കാണുന്നത് ഈ മീനെ പിടിച്ചു കഴിഞ്ഞാണ്. പക്ഷേ മീന് കടലിൽ ഊളിയിട്ട് നടക്കുമ്പോൾ തന്നെ യേശു കർത്താവ് കണ്ടത് ഈ മത്സ്യത്തിൻ്റെ വായിലിരിക്കുന്ന പണം കണ്ടു. അപ്പോൾ പത്രോസ് കാണുന്നതിന് മുൻപ് തന്നെ യേശു കർത്താവ് പത്രോസിന് വേണ്ടിയുള്ള കരുതൽ കണ്ടിരുന്നു. പത്രോസ് തൻ്റെ കടഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യേശു അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന കരുതലിനെക്കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമായി ഞാൻ കാണുന്നത്, പത്രോസ് ചൂണ്ടയിടുന്ന സമയത്ത് തന്നെ, ഒരുപക്ഷെ അതിനു മുൻപും ആ സമയത്തും മറ്റ് പല ചൂണ്ടക്കാർ ആ സ്ഥലത്തുണ്ടായിരുന്നു കാണും. പലരും ചൂണ്ടയിട്ട് കാണും. എന്നാൽ ചതുർബ്രഹ്മപ്പണം വായിലുള്ള മത്സ്യം വേറെ ആരുടെയും ചൂണ്ടയിൽ കൊത്താതെ പത്രോസിൻ്റെ ചൂണ്ടയിൽ തന്നെ കൊത്തിയതാണ്
ഏറ്റവും വലിയ അത്ഭുതം. വേറെ ചൂണ്ടകൾ അവിടെ വന്നതാണ്. പക്ഷേ ആ ചൂണ്ടകളിൽ നിന്നും കൊത്താതെ ദൈവം ഈ മത്സ്യത്തെ തടഞ്ഞിട്ട് അത് പത്രോസിൻ്റെ ചൂണ്ടയിൽ തന്നെ ഈ മത്സ്യം കൊത്തത് ദൈവത്തിൻ്റെ കരുതലാണ്. അഥവാ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ വേറെ എങ്ങും പോകത്തില്ല. നമുക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം നമ്മുടെ പക്കൽ തന്നെ ഏൽപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കണ്ടിട്ടില്ലാത്ത കരുതലുകൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഏതോ മത്സ്യത്തിൻ്റെ വായിൽ പത്രോസിന് വേണ്ടി കരുതിയതുപോലെ ആരുടെയോ പോക്കറ്റിൽ, ആരുടെയോ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുണ്ട്. സമയമാകുമ്പോൾ നമ്മുടെ ചൂണ്ടയിൽ അത് കൊത്തും. ദൈവത്തിൻ്റെ കരുതലുണ്ട്. രണ്ടാമതൊരു ഉദാഹരണം, അബ്രഹാം ഇസഹാക്കുമായിട്ട് യാഗം കഴിക്കുവാൻ പോകുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? യാതൊരു സംശയവും കൂടാതെ, സങ്കോചവും കൂടാതെ അബ്രഹാം പെട്ടെന്ന് തന്നെ വിശ്വാസത്താൽ സംസാരിക്കുകയാണ്. വിശ്വാസത്താൽ മറുപടി പറഞ്ഞു, ദൈവത്തിന് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളും. കരുതുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. എന്തുകൊണ്ട് വിശ്വസിച്ചു? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നുള്ളത് അബ്രഹാം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിക്കുമെന്ന് കേട്ടപ്പോൾ പുത്രോൽപാദനത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയ അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം ഒരു മകനെ കൊടുത്തെങ്കിൽ ആ മകന് വേണ്ടി ദൈവം കരുതുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം യാഗം കഴിക്കുവാൻ ഇസഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തി കത്തി ഓങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അത് കഴിഞ്ഞ ഉടനെ അബ്രഹാം തല പൊക്കി നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നത് അബ്രഹാം കണ്ടു. ആ ആട്ടിൻകുട്ടി നേരത്തെ തന്നെ അവിടെ വന്നതാണ്. പക്ഷേ അബ്രഹാം വരുന്നതിന് മുൻപേ ആട്ടിൻകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതിരിപ്പാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ കൊമ്പ് ഒരു കാട്ടുവള്ളിയിൽ കുരുങ്ങി അവിടെ കിടക്കുകയാണ്. അബ്രഹാമിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ വേറെ എങ്ങും പോകാതെ ഒരു കാട്ടുവള്ളിയിൽ കുരുക്കി ഇട്ടതുപോലെ ഇന്ന് നാം വിശ്വസിക്കണം, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ എവിടോ കുരുങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ തല പൊക്കി നോക്കുമ്പോൾ ആ കരുതൽ കാണുവാനിടയാകും. പത്രോസിന് വേണ്ടി ഒരു മത്സ്യത്തിൻ്റെ വായിൽ യേശു കർത്താവ് പണം കരുതിയതുപോലെ അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കൊമ്പ് കാട്ടിൽ കുരുക്കിയിട്ടതുപോലെ ഇന്ന് നമുക്കാവശ്യമുള്ള കരുതലുകൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാണാത്ത യാഥാർത്ഥ്യം നമ്മൾ വിശ്വസിക്കണം. കാണുന്ന യാഥാർത്ഥ്യമാണ് യാഗത്തിനുള്ള ബലിമൃഗം ഇല്ല എന്നുള്ളത്. പക്ഷെ കാണാത്ത യാഥാർത്ഥ്യമാണ് ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ളത്. കാണുന്ന യാഥാർത്ഥ്യങ്ങളോടൊപ്പം കാണാത്ത യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവീയ കരുതലിന് വേണ്ടി ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരുതൽ കാണാൻ കഴിയും. രണ്ടാമത്, കാണാത്ത വഴികളുണ്ട്. പലപ്പോഴും നമ്മൾ ജീവിതയാത്രയിൽ വഴിമുട്ടി നിൽക്കുന്നവരാണ്. ഇനി എങ്ങോട്ട് തിരിയും, എങ്ങനെ മുൻപോട്ട് പോകും, യാതൊരു വഴിയും കാണുന്നില്ല. അയ്യോ, എല്ലാ വഴികളും അടഞ്ഞു കിടക്കുകയാണ്, എനിക്കൊരു വഴിയും തുറന്നു കിട്ടുന്നില്ല. ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ എല്ലാ വഴിയും അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. അടഞ്ഞു കിടക്കുന്ന വഴികൾ കാണുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. എന്നാൽ അടഞ്ഞ വഴികൾ ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ കാണാത്ത ഏതോ വഴികൾ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ള വഴികൾ കാണുവാനായിട്ട് തുടങ്ങും. ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ അവരാദ്യം അഭിമുഖീകരിച്ച വലിയ പ്രശ്നമാണ് ചെങ്കടൽ തരണം ചെയ്യുന്നത്. ചെങ്കടലിൻ്റെ തീരത്ത് അവരെത്തിയപ്പോഴാണ് പുറകിൽ വലിയൊരു സൈന്യം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പിടിക്കേണ്ടതിന് വേണ്ടി, അവരെ ആക്രമിക്കേണ്ടതിന് വേണ്ടി വരുന്നവർ കണ്ടത്. മുന്നിൽ ചെങ്കടലും പുറകിൽ ഫറവോനും സൈന്യവും, ഇരുവശത്തും മലകളുമായി 4 വശത്തു നിന്നും ചുറ്റപ്പെട്ടവരായി അവർ കുരുങ്ങിക്കിടക്കുകയാണ്. ജനം ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി. കാണുന്ന യാഥാർത്ഥ്യമാണ് മുന്നിൽ ചെങ്കടലുണ്ടെന്നുള്ളത്.
കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് പുറകിലൊരു സൈന്യമുണ്ടെന്നുള്ളത്. പക്ഷെ കാണാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്, അതിവർ അറിയുന്നില്ല. ജനം മോശയ്ക്ക് വിപരീതമായി വെല്ലുവിളികൾ ഉയർത്തുകയാണ്. മരുഭൂമിയിൽ ശവക്കുഴി അന്വേഷിച്ചിറങ്ങിയവരെ പോലെ അവർ മോശയോട് പരാതി പറയുകയാണ്. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അവർ മോശയോട് ക്ഷുഭിതരായി. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. പുറപ്പാട് ദിവസം 13-14 വാക്യങ്ങളിൽ മോശ അവരോട് പറയുന്നത്, ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീനെന്നാണ്. അപ്പോൾ വഴി ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മോശ നോക്കിയപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറയുന്നു, ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ചെയ്യാനിരിക്കുന്ന കാര്യം, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം. മോശ അതാ പറയുന്നത്, ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ദൈവം മോശയോട് പറഞ്ഞതിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട്, ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. മോശ തൻ്റെ കയ്യിലെ വടി നീട്ടി, ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ജനമിത് കാണുന്നത് ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിന് ശേഷമാണ്. പക്ഷെ മോശ അതിന് മുൻപ് തന്നെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി, ആ കാണാത്ത യാഥാർത്ഥ്യം മോശ കണ്ടു. അവരെ പിടിക്കുമെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് വന്ന സൈന്യത്തിന് സംഭവിച്ചത് പുറപ്പാട് ദിവസം 15-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫറവോനും സൈന്യവും ഈയം വെള്ളത്തിൽ താഴുന്നത് പോലെ താണുപോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ആര് ഇവരെ ഭയപ്പെടുത്തിയോ അവരെ അടുത്ത ദിവസം കാണുകയില്ല എന്ന് മോശ മുൻകൂട്ടി പറഞ്ഞു. ഇന്ന് കാണുന്ന സൈന്യത്തെ, മിസ്രയീമ്യരെ, നീ നാളെ കാണുകയില്ല എന്ന് മോശ വിശ്വാസത്താൽ പറഞ്ഞു. മോശ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുകയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ കാണുകയും ചെയ്തതുപോലെ എല്ലാ വഴികളും നമുക്ക് ചുറ്റും അടഞ്ഞതായിട്ട് നമ്മുടെ മനസ്സ് പറയുന്നെങ്കിലും, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാണെന്ന് സാഹചര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നെങ്കിലും, അതിനപ്പുറമായി ദൈവം എവിടെയോ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്ത് ഹൃദയത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ കാണണം. നമ്മൾ പുറപ്പാട് പുസ്തകം മാത്രം വായിക്കുമ്പോൾ മോശ കൈ നീട്ടി ചെങ്കടൽ വിഭജിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നും. പക്ഷെ മോശ കൈ നീട്ടിയപ്പോൾ മോശയുടെ കൈയല്ല, യഹോവയുടെ ഭുജം മോശയുടെ കയ്യിൽ പിടിച്ചിരുന്നു. അഥവാ ദൈവത്തിൻ്റെ കൈയാണ് ഇവിടെ നീട്ടിയത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ബലഹീനമായ കരത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈ പിടിച്ച് നമുക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കുമെന്ന് വിശ്വസിക്കണം. കാണാത്ത കരുതലുള്ളതുപോലെ തന്നെ കാണാത്ത വഴികളുമുണ്ട്. ദൈവത്തിന് നാം കാണാത്ത പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുകയില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തയ്യാറാക്കുന്ന പദ്ധതികളുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇനി ഇത് നടക്കുകയില്ലെന്ന് നമ്മൾ ചിന്തിക്കും. ഒരു ഉദാഹരണമാണ്, ബഥാന്യയിലെ ലാസർ ദീനമായി കിടന്നപ്പോൾ അവൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു. നിൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അവരെ അറിയിച്ചു, യേശുവിനെ അറിയിച്ചു. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഈ വിവരം കേൾക്കുന്ന ഉടൻ തന്നെ യേശു കർത്താവ് ബഥാന്യയിലേക്ക് മടങ്ങി വന്ന് ലാസറിൻ്റെ രോഗത്തെ ശമനമാക്കുമെന്നായിരുന്നു. പക്ഷേ യേശു വന്നില്ല. അവർ നിരാശരായി. ലാസർ മരിച്ചുപോയി, മരിച്ചിട്ടും യേശു വന്നില്ല. ലാസറിനെ അടക്കി, അടക്കത്തിനും യേശു വന്നില്ല. എന്നാൽ ലാസർ മരിച്ച 4-ാം ദിവസമാണ് യേശു കർത്താവ് കല്ലറയ്ക്കലെത്തുന്നത്. അവർ പ്രതീക്ഷിച്ച സമയത്തൊന്നും യേശു കർത്താവ് വന്നില്ല. അവർ വിചാരിച്ചതുപോലെയല്ല യേശു കർത്താവ് പ്രവർത്തിച്ചത്. അവരുടെ മനസ്സിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. ലാസർ ദീനമായി കിടക്കുമ്പോൾ തന്നെ യേശു വരുമെന്നുള്ളതായിരുന്നു അവരുടെ മനസ്സ് തയ്യാറാക്കിയ പദ്ധതി. പക്ഷെ ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ലാസർ മരിച്ച് അടയ്ക്ക് 4-ാം ദിവസം വന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതായിരുന്നു ദൈവിക പദ്ധതി. ഇതിന് ശേഷം
നടന്നിട്ടുള്ള ഉയർപ്പുകളെല്ലാം തന്നെ മരിച്ചയാളിനെ അടക്കുന്നതിന് മുൻപാണ് ഉയർപ്പുകൾ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്, യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു കർത്താവ് വന്ന് ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ അത് മറ്റു ഭവനങ്ങളിൽ നടന്നതുപോലെയുള്ളൊരു അത്ഭുതം മാത്രമാകുമായിരുന്നു. ലാസർ മരിച്ചപ്പോൾ യേശു കർത്താവ് വന്ന് ലാസറിനെ ഉയർപ്പിച്ചിരുന്നെങ്കിലും മറ്റ് പലയിടത്തും നടന്ന ഉയർപ്പ് പോലെ ഒരു ഉയർപ്പാകുമായിരുന്നു. എന്നാൽ മരിച്ച് അടക്കി 4-ാം ദിവസം ഉയർപ്പിക്കുന്ന ഒരൊറ്റ സംഭവം മാത്രമേ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുള്ളൂ. അതിനുശേഷവും ഇങ്ങനെ ഒരു കാര്യം നടന്നതായി ചരിത്രത്തിലെങ്ങും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, വേറെ ഒരു വീട്ടിലും ചെയ്തിട്ടില്ലാത്ത, വേറെ ആർക്കും വേണ്ടിയും ചെയ്തിട്ടില്ലാത്തൊരത്ഭുതം ബഥാന്യയിലെ യേശു സ്നേഹിക്കുന്ന മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീട്ടിൽ ചെയ്യുവാൻ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്തെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതാണെന്നോ ദൈവം നമ്മെ കൈവിട്ടതാണെന്നോ ദൈവം നമ്മെ മറന്നുപോയതാണെന്നോ ഒക്കെ നമ്മൾ ചിന്തിക്കുകയും ആ വിധത്തിൽ പിശാച് നമ്മുടെ മനസ്സിൽ പ്രേരണ തരികയും ചെയ്യും. പക്ഷെ നമ്മുടെ പദ്ധതികൾ പൊളിയുമ്പോൾ, നമ്മുടെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ നീങ്ങാതെ വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ ദൈവത്തിനെന്തോ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ അറിയുന്നില്ല. ദൈവം ഈ പ്രതിസന്ധി എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യുവാൻ വഴി ഒരുക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമുക്ക് നമ്മുടെ പദ്ധതികളാണുള്ളത്. നമ്മുടെ പദ്ധതികൾ പാളിപ്പോകുമ്പോൾ എല്ലാം പൊളിഞ്ഞുപോയി, എല്ലാം തകർന്നു പോയി, ഇനി ഒരു വഴിയുമില്ല നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ പദ്ധതികൾ പൊളിയുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവം ഒരുക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. കാണാത്ത ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തിന് പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പൊളിയുകയില്ല. അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ അല്ല, ദൈവത്തിൻ്റെ പ്ലാനെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാണാത്ത കരുതലുണ്ട്, കാണാത്ത വഴികളുണ്ട്, കാണാത്ത പദ്ധതികളുമുണ്ട്. 4-മത്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഉറവുകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ ഹാഗാർ ബേർഷേബ മരുഭൂമിയിൽ വരുമ്പോൾ തുരുത്തിയിലെ വെള്ളം മുഴുവൻ തീർന്നുപോയി. അബ്രഹാം കണക്ക് കൂട്ടിയിരുന്നത്, ഒരു തുരുത്തി വെള്ളം കൊടുത്തയച്ചപ്പോൾ അബ്രഹാം ചിന്തിച്ചത് ഈ തുരുത്തിയിലെ വെള്ളം തീരുന്നതിന് മുൻപ് ഹാഗാർ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെടുമെന്നായിരുന്നു. പക്ഷെ അബ്രഹാമിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. ഹാഗാറിൻ്റെ കണക്കും തെറ്റി. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്ന സമയങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങാതെ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് തികയ്ക്കാൻ പറ്റാത്ത പദ്ധതികളിൽ നമ്മൾ ഏർപ്പെട്ടെന്ന് വരും. ഹാഗാറിൻ്റെ കയ്യിലുള്ള വെള്ളം തീർന്നു. ബേർഷേബ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഇരുന്ന് കരയുകയാണ്. പൈതലിൻ്റെ മരണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ മരണം എനിക്ക് കാണാൻ കരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാർ കരയുകയാണ്. മകനെ ഒരു അമ്പുംപാട് ദൂരത്തിൽ കൊണ്ട് ഇട്ടിട്ട് അത് കാണാനുള്ള കരുത്തില്ലാതെ ഹാഗാർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഹാഗാറിനോട് പറയുന്ന കാര്യം ഇതാണ്: ഹാഗാറെ, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കുകയില്ലെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം ഹാഗാറിനെ അറിയിക്കുന്നത്, നീ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കുകയില്ല, നീ ഭയപ്പെടണ്ട. ബാലൻ മരിക്കുമെന്നാണ് നീ ഭയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ദൂത് കേൾക്കുക, നീ ഭയപ്പെടണ്ട. ഇന്ന് പകൽ ദൂത് ഏറ്റെടുക്കുക. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന കാര്യം നടക്കുകയില്ല, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുകയില്ല. ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അടുത്ത് നാം വായിക്കുന്നത്, ഹാഗാറിൻ്റെ കണ്ണുകളെ തുറന്നു. അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത്, അവൾ എവിടെ ഇരുന്ന് കരഞ്ഞോ അവിടെ ദൈവത്തിൻ്റെ ഒരു ഉറവ തുറന്നിരിക്കുക. അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്താണ് അവളെ വിട്ടത്. പക്ഷെ തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ തീർന്നിട്ടില്ല. അവൾ കരഞ്ഞ ഇടത്ത് തന്നെ ഒരു തുരുത്തിയിലും ഒതുങ്ങാത്ത
വലിയൊരു ഉറവ മരുഭൂമിയിൽ ആഗാറിന് വേണ്ടി തുറന്നു കൊടുത്തതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടത്ത്, നമ്മൾ കരയുന്ന ഇടത്ത്, നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഉറവകൾ ദൈവം തുറന്നു തരുമെന്ന് വിശ്വസിക്കണം. കാണുന്ന യാഥാർത്ഥ്യമാണ് ഒഴിഞ്ഞു തുരുത്തി. പക്ഷെ കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്, വലിയൊരു ഉറവയുണ്ട്. കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തരുത്. കാണാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കണം. കാണാത്ത ദൈവിക അഭിഷേകമുണ്ട്. കാണാത്ത ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ സൈന്യം നമുക്ക് വേണ്ടിയുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. കാണാത്ത ഒരു നഗരമുണ്ട്. അബ്രഹാം ഈ ലോകത്ത് പാർക്കുമ്പോഴൊക്കെയും അന്യനെന്നും പരദേശിയെന്നും മനസ്സിലാക്കി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി ഒരുക്കിയതും ദൈവം നിർമ്മിച്ചതുമായ ഒരു നഗരത്തെ അവൻ കണ്ടതുപോലെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ, എല്ലാ പ്രതിസന്ധിയുടെയും നടുവിൽ നമ്മുടെ പ്രത്യാശ നമ്മെ ഉണർത്തണം. നാം കാണാത്ത ഒരു നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ പ്രശ്നങ്ങളില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത കാണാത്ത ഒരു നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത യാഥാർത്ഥ്യങ്ങൾ ദർശിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുന്ന കാഴ്ചകൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നതും ഞങ്ങളെ നിരാശപ്പെടുത്തുന്നതും അധൈര്യപ്പെടുത്തുന്നതുമാണ്. പക്ഷെ അതിനപ്പുറമായി ദൈവത്തിൻ്റെ കരുതലുകളുണ്ട്, ദൈവത്തിൻ്റെ വഴികളുണ്ട്, ദൈവത്തിൻ്റെ ഉറവകളുണ്ട്, ദൈവത്തിൻ്റെ സൈന്യം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുണ്ട് എന്നത് മനസ്സിലാക്കി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തുറന്നു തരയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. കാണുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ കാണാത്ത യാഥാർത്ഥ്യങ്ങൾ കാണിച്ച് ധൈര്യപ്പെടുത്തണമേ. മഹത്വം അങ്ങെടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. തുടർന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബേത്ലഹേം മിനിസ്ട്രീസ്, താമല്ലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 9605521715, 0479241981. ഇമെയിൽ pastorphilippithomas@gmail.com.